നമസ്കാരം, ആതിര മിസ് ആണ്. അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണ് മിസ്സേ വീഡിയോ? മക്കളെ, ഇതാ അടിസ്ഥാന പാഠാവലി വേർതിരിച്ചെഴുത്ത്. ഇതെന്താ മിസ്സേ വേർതിരിച്ചെഴുത്ത് എന്നാവും നിങ്ങളുടെ സംശയം. അതിനല്ലടാ മിസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മിസ്സിന് ആദ്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വേഗം ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ ആണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് എക്സാം ആവാറായി. അപ്പം നമുക്ക് ഒരുപാട് ലൈവുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ലൈവിലും നിങ്ങൾക്ക് വേണ്ടി ലൈവിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ടീച്ചേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു സംശയങ്ങളാണെങ്കിലും നിങ്ങൾ ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ എങ്ങനെയാ സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മിസ്സിനോട് ചോദിക്കുക, ഇതൊക്കെ മോശമില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നതിൽ ഇവിടെ എല്ലാ ടീച്ചേഴ്സിനും സന്തോഷമേ ഉള്ളൂ. എന്താ പറയുക, ഇനിയാണ് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കുക. ഓക്കെ, ജയഘോഷം. ജയത്തിന്റെ ഘോഷം. ഇവിടെ പേരെന്താണ്? വേർതിരിച്ചെഴുത്താണ് അല്ലേ? വേർതിരിച്ചെഴുതാണ്. അപ്പൊ എങ്ങനെയാടാ? ജയഘോഷം എന്ന് പറഞ്ഞാല് ജയത്തിന്റെ ഘോഷം. അടുത്തത് സത്യാഗ്രഹം. സത്യത്തെ ഗ്രഹിക്കൽ. സത്യാഗ്രഹം എന്താണ്? സത്യത്തെ ഗ്രഹിക്കൽ. രക്തസാക്ഷി ദിനം. രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം. ദേശാഭിമാനി. ദേശത്തോട് അഭിമാനമുള്ളയാൾ. പിന്നെയോ ദൃഢനിശ്ചയം. ദൃഢമായ നിശ്ചയം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ വേർതിരിച്ചെഴുത്ത്. നിങ്ങൾ പെട്ടെന്ന് ആ ഒരു പേര് കേട്ടപ്പോൾ ദൈവമേ ഇത് എന്തായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചോനെ ഇത് എന്തായിരുന്നു എന്നുള്ളൊരു സംശയമായിരിക്കും അല്ലേ? മക്കളെ, ആരും സംശയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് വേർതിരിച്ചെഴുത്ത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.